this is me, your Sri Kutis Relkama, and welcome to my YouTube channel. അപ്പോൾ തമിഴിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇതിന്റെ കോണ്ടന്റ് എന്ന്. യെസ്, ഇറ്റ്സ് അബൌട്ട് സ്കിൻ ടൈം. അപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ആ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ടാപ്പ് ചെയ്തേക്കിട്ടോ. സോ ഇൻസ്റ്റഗ്രാമിൽ വരുന്ന എനിക്ക് ഒരുപാട് മെസ്സേജുകൾ ഒന്നാണ്, ചേച്ചി എങ്ങനെയാണ് ചേച്ചിയുടെ സ്കിൻ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ക്ലിയർ ആയിട്ട് വെക്കണേ എന്നുള്ളത് കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എൻ്റെ സ്കിൻ അത്രയ്ക്ക് അങ്ങനെ ക്ലിയർ ഒന്നുമല്ല. ഒരുപാട് പോസും ഒരുപാട് പിഗ്മെന്റേഷൻസും കണ്ടോ. ഈ ഡാർക്ക് സർക്കിൾ തന്നെ നിങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ ഡാർക്ക് സർക്കിളിനെ പറ്റിയിട്ട്. അപ്പോൾ എൻ്റെ സ്കിൻ അത്ര അങ്ങോട്ട് അടിപൊളിയായിട്ടുള്ള സ്കിന്നൊന്നുമല്ല, പക്ഷെ ഞാൻ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ കാര്യങ്ങളും എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ വഴിയെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സ്കിൻ കെയർ റൂട്ടീൻ ഒന്ന് ഷെയർ ചെയ്യാന്നുള്ളത്. അപ്പം ഞാൻ കാലങ്ങളായിട്ട് കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ എൻ്റെ ഒരു കോണ്ടന്റ് സ്കിൻ കെയർ ആയിരിക്കണം എന്നുള്ളത് എൻ്റെ നിർബന്ധമായിരുന്നു. സോ ഞാനും നിങ്ങളെ പോലെ തന്നെ കിട്ടുന്ന സാമഗ്രികളെല്ലാം ഞാൻ എൻ്റെ ഈ സ്കിന്നിൽ അപ്ലൈ ചെയ്യാറുണ്ട്. നിങ്ങൾക്കറിയാം ഈ എന്താ പറയുക ചവിരി ഉണ്ടല്ലോ, തേങ്ങയുടെ ചവിരി വരച്ച് ഒരയ്ക്കുമായിരുന്നു ഞാൻ എൻ്റെ ഈ മുഖത്തിട്ടിട്ട് ഇങ്ങനെ ഒരയ്ക്കുമായിരുന്നു. എൻ്റെ അന്ന് എനിക്ക് ഭയങ്കര കോംപ്ലക്സ് ആയിരുന്നു, അയ്യോ നിറം കുറഞ്ഞു എന്നുള്ളൊരു രീതിയിൽ. അപ്പോൾ ഈ നിറം പോകാൻ വേണ്ടി കഴിഞ്ഞിട്ട് ഞാൻ അടിപൊളിയായിട്ട് ഇങ്ങനെ ഒരച്ചരച്ചരച്ചരച്ച് ഇരിക്കുകയായിരുന്നു. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളും ഇതുപോലുള്ള മണ്ടത്തരങ്ങളൊന്നും ചെയ്യരുത്. സോ ഐ എം ടോക്കിംഗ് അബൌട്ട് വൈ സ്കിൻ കെയർ ഈസ് ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണ് നമ്മുടെ സ്കിൻ കെയർ ഇത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ തന്നെ ശ്രദ്ധിക്കുന്നു. നമ്മുടെ മെൻ്റൽ ഹെൽത്തിനൊരു ഓവറോൾ മെൻ്റൽ ഹെൽത്തിൽ ഒന്നാണ് നമ്മുടെ സ്കിൻ കെയർ എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് നമ്മുടെ ഒരു മെൻ്റൽ ഹെൽത്തിൽ കൊണ്ടുവരാനായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. യൂസ്ഫുൾ ആയിരിക്കാം, അതായത് നമ്മുടെ സ്കിന്നിന് കുറച്ചും കൂടി ഒന്ന് എന്താ പറയുക ഏജിങ്ങിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് കുറച്ച് ഇപ്പോഴും ഭയങ്കര ഒരു ഗ്ലോ ഒക്കെ കൊണ്ടുവന്ന് ഭയങ്കര ഒരു എനർജി ആയിട്ടുള്ള സ്കിന്നിന് നമുക്ക് യൂത്ത്ഫുൾ ആയിട്ടുള്ള സ്കിന്നിന് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. യെസ്, കോൺഫിഡൻസ്. നമ്മൾ അടിപൊളിയായിട്ടൊന്ന് ഒരുങ്ങി പോകുമ്പോൾ അല്ലെങ്കിൽ അടിപൊളിയായിട്ട് നമ്മളൊന്ന് മുടിയൊക്കെ കെട്ടി പോകുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുന്ന പോലെ തന്നെയാണ് അടിപൊളി സ്കിന്നൊക്കെ ആയിട്ട് നമ്മൾ പോകുമ്പോൾ കുറച്ച് പേര് നമ്മളോട് പറയാം ഈ നല്ല സ്കിന്നാണോ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു രസം തോന്നാറില്ലേ. യെസ്, അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഡസൻ മീൻ സ്കിന്നിലാണ് കോൺഫിഡൻസ് ഇരിക്കണമെന്നല്ല കേട്ടോ ഞാൻ പറയണേ. പക്ഷേ സ്കിൻ കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതും ഒരു കോൺഫിഡൻസ് ആണ് എന്നുള്ളതാണ്. യെസ്, നമുക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന ഒരുപാട് അസുഖങ്ങൾ, സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളെയൊക്കെ നമുക്ക് ഒന്ന് മാറ്റി നിർത്താനായിട്ട് പറ്റും നമ്മൾ സ്കിന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. അപ്പൊ ഞാൻ ഇത്രയും സ്കിന്നിനെ പറ്റി പറഞ്ഞിട്ടോ നിങ്ങളുടെ മൈൻഡിലൂടെ പോകുന്ന കുറച്ച് കാര്യം ഞാൻ പറയട്ടെ. ഈശ്വര, സ്കിൻ ഞാൻ മേക്കപ്പ് ചെയ്യാറില്ല. സ്കിൻ കെയർ ഞാൻ എൻ്റെ മുഖത്ത് ഒരു സാധനം ഇടാറില്ല. എന്റെ പാരൻസ് ഒന്നും ചെയ്യാറില്ല, എന്നിട്ട് അവരുടെ സ്കിന്നൊക്കെ അങ്ങനെ ഇരിക്കണേ അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടല്ലോ. അവരിതൊക്കെ ചെയ്തിട്ട് അവർക്ക് കുത്തും കാണേ വരുന്നു, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സോ ഇവരോടായിട്ടാണ് ഞാനൊരു കാര്യം പറയുന്നത്, ദയവ് ചെയ്ത് നെവർ മിക്സ് സ്കിൻ കെയർ വിത്ത് മേക്കപ്പ്. മേക്കപ്പ് വേറെ, സ്കിൻ കെയർ വേറെ. മേക്കപ്പ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല, പക്ഷെ സ്കിൻ കെയർ മസ്റ്റാണ്. ഇനി പാരൻസിന്റെ കാര്യം പറഞ്ഞവരോടായിട്ട് ഞാൻ പറയുന്നത്, നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരുപാട് ഫാക്ടേഴ്സ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. യെസ്, സ്ട്രെസ് ആണെന്നുണ്ടെങ്കിലും പിന്നെ ഹ്യൂമിഡിറ്റി ആണെന്നുണ്ടെങ്കിലും ഹോർമോൺസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ കഴിക്കുന്ന ഫുഡ് ആണെന്നുണ്ടെങ്കിലും ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ജനറ്റിക് ആയിട്ടുള്ള പല. സോ നമ്മുടെ പാരൻസ് പോയിക്കൊണ്ടിരുന്ന സാഹചര്യങ്ങളിലൂടെയല്ല നമ്മളുടെ ഇന്നത്തെ ഈ ജനറേഷൻ മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പം കഴിക്കുന്ന ഫുഡൊക്കെ ആണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ടുള്ള ജങ്ക് ഫുഡ്സുകളാണെങ്കിലും ക്ലൈമറ്റൊക്കെ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൂടുതൽ പേരും പുറത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഓരോരോ ഫാക്ടേഴ്സ് നമ്മുടെ സ്കിന്നിനെയൊക്കെ ഇങ്ങനെ ഡാമേജ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ പാരൻസിനെ വെച്ച് ദയവ് ചെയ്ത് കമ്പയർ ചെയ്യരുത്. നമ്മുടെ സ്കിൻ കെയർ മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇനി വരുന്ന ഒരു ടൈമിലേക്ക് നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് തന്നെ ഏജിങ് ആവാനുള്ള സാധ്യതയും അതുപോലെ തന്നെ ഒരുപാട് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. സോ ദാറ്റ്സ് വൈ സ്കിൻ കെയർ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ സ്കിൻ കെയറിനെ പറ്റി പറയുന്നതിന് മുമ്പേ തന്നെ ഞാൻ നിങ്ങളൊരു കാര്യം ചോദിക്കുകയാണ്. നിങ്ങൾ ഓൺലൈനിൽ പ്രോഡക്ട്സുകൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു കൺഫ്യൂഷൻ എന്താണ്? യെസ്,
ഡെഫിനറ്റ്ലി നമ്മൾ നോക്കുമ്പോൾ ടാഗിലൊക്കെ കാണാം ദിസ് ഇസ് ഫോർ ഡ്രൈ സ്കിൻ, സെൻസിറ്റീവ് സ്കിൻ, നോർമൽ സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് സ്കിൻസിന്റെ ഒരു വലിയൊരു പ്രോഡക്ട്സിന്റെ ക്ലാസിഫിക്കേഷൻസ് നമ്മൾ കാണുന്നത്. അപ്പൊ നിങ്ങൾ കൺഫ്യൂസ്ഡ് അല്ലേ? ഞാനും കൺഫ്യൂസ്ഡ് ആയിരുന്നു. സോ അതുകൊണ്ട് സ്കിൻ കെയർ ചെയ്യുന്നതിന് മുൻപേ തന്നെ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ സ്കിൻ ടൈപ്പ്. അക്കോർഡിംഗ് ടു അമേരിക്കൻ അക്കാഡമി ഓഫ് ഡെർമറ്റോളജി പ്രകാരം AAD 5 ടൈപ്പ് ഉണ്ട് സ്കിന്നുകൾ. അപ്പോൾ അതിൽ ഒന്നെന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഡ്രൈ സ്കിൻ, ഓയിലി സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ, നോർമൽ സ്കിൻ, സെൻസിറ്റീവ് സ്കിൻ. സോ ഓയിലി സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് എപ്പോഴും ഗ്രീസി ഓയിലി അപ്പിയറൻസ് ആയിരിക്കും. പൊതുവിലൊരു എണ്ണമയം പോലെ ഫീൽ ചെയ്യും നമ്മുടെ സ്കിന്ന്. പിന്നെ ഇതുപോലെ ഭയങ്കര ഷൈനി ആയിരിക്കും. പിന്നെ പോൾസ് ഒക്കെ ഭയങ്കര എൻലാർജ്ഡ് ആയിട്ടുള്ള പോൾസ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നോർമലി നമ്മുടെ സ്കിന്നിലൊക്കെ പോൾസുകൾ ഉണ്ടാവും, പക്ഷെ അത് കുറച്ച് എൻലാർജ്ഡ് ആയിരിക്കും. ഓയിലി സ്കിന്നുകാർക്ക് ബ്ലാക്ക് ഹെഡ്സുകൾ ഉണ്ടായിരിക്കും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രീക്വന്റ് ആയിട്ടുള്ള ബ്രേക്ക്ഔട്ട്സ്, ബ്രേക്ക്ഔട്ട്സ് ഉണ്ടാവും, പിമ്പിൾസ് ഒക്കെ പോലെ വരാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഓയിലി സ്കിന്നുകാരുടെ ഒരു പ്രത്യേകത. പിന്നെ ഡ്രൈ സ്കിൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിരിക്കും, പിന്നെ ഭയങ്കര ഡള്ളായിരിക്കും, സ്ട്രെച്ച്ഡ് ആയിരിക്കും. പിന്നെ നമ്മുടെ സ്കിൻ പോഴ്സ് ഉണ്ടല്ലോ, നോർമലി സ്കിൻ പോഴ്സ് ഉണ്ടല്ലോ, അത് ഒട്ടും വിസിബിൾ ആയിരിക്കില്ല, ഡ്രൈ ആയിട്ട്. പിന്നെ ഈ സ്കെയിലി ആയിരിക്കും, അതായത് നമ്മളിങ്ങനെ ഉരച്ചുരച്ച് നോക്കുമ്പോൾ മൊരി എന്ന് പറയില്ലേ, നമ്മുടെ നാട്ടിലെങ്ങനെ പറയാൻ എനിക്കറിയില്ല, ഇങ്ങനെ ചെറിയ പൊടിയായിട്ട് ഇങ്ങനെ താരൻ പോലെയൊക്കെ നമ്മൾ പൊടിയായിട്ട് ഇങ്ങനെ ഭയങ്കര ഒരു പൊടിയായിട്ട് വരാൻ തുടങ്ങും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെട്ടെന്ന് തന്നെ ഏജ് ലൈൻസും റിങ്കിൾസും ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഡ്രൈ സ്കിന്നുകാർക്കുണ്ട്. സോ ഇതാണ് അബൌട്ട് ഡ്രൈ സ്കിൻ. ഇനി കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുമ്പോൾ ഈ ഒരു T സോൺസ് എന്ന് പറയും, ഈ ഒരു പോർഷന് T സോൺ എന്നും U സോൺ എന്ന് പറയും. ഈ T സോൺസ് ഓയിലി ആയിരിക്കും, ഈ ബാക്കി U സോൺസ് ഒക്കെ ഡ്രൈ ആയിരിക്കും. ചിലപ്പോൾ ചില വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്, പക്ക അങ്ങനെ തന്നെ വരുന്നില്ല. പക്ഷെ ഓയിലി അതുപോലെ തന്നെ ഡ്രൈയുടെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഈ ഒരു കോമ്പിനേഷൻ ടൈപ്പ് സ്കിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോസിലൊക്കെ കുറച്ച് ഓയിലി കാരണം കൊണ്ട് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഏജ് ലൈൻസും റിങ്കിൾസും ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തത് സെൻസിറ്റീവ് സ്കിൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ, സെൻസിറ്റീവ് ആണ്. നമ്മൾ എന്ത് പ്രോഡക്ട്സ് ഇട്ടാലും നമുക്ക് മുഖത്ത് ഇങ്ങനെ ചൊറിഞ്ഞ് തുടുത്ത് മൊത്തത്തിലൊരു റെഡ്നെസ്സും, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, എന്തിട്ടാലും സ്കിൻ അലർജി വരിക, എന്ത് പ്രോഡക്ട്സ് യൂസ് ചെയ്താലും അല്ലാത്തൊരു ചൊറിച്ചിൽ വരിക, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അത് പല കാരണങ്ങളുണ്ടാകും. ജനറ്റിക്കായിട്ടും നമുക്ക് ആ ഒരു പ്രശ്നം വരാം. അതെല്ലാം ഉണ്ടെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കാരണം കൊണ്ട് നമുക്ക് കുറച്ച് സെൻസിറ്റിവിറ്റി ഡ്രൈ ആയിട്ട് അങ്ങനെയുള്ള ആളുകൾക്ക് വരാറുണ്ട്. ഓയിലി സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുണ്ട്. പിന്നെ ഇക്കിനെ പ്രോൺ ഉണ്ട്, അതായത് എപ്പോഴും കുരുക്കളോ ഒന്നും ഇരിക്കുന്നത്. അപ്പം അതൊക്കെ ഒരു സെൻസിറ്റീവ് ടൈപ്പ് കാറ്റഗറിയിൽ പോകുന്ന അതൊക്കെയാണ് കേട്ടോ. അടുത്ത നോർമൽ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നോർമലാണ്. അതായത് ഒരുപാട് ഡ്രൈ ആവില്ല, ഒരുപാട് എക്സസ് ഓയിലും പ്രൊഡ്യൂസ് ചെയ്യില്ല, വളരെ സ്മൂത്ത് ആയിരിക്കും സ്കിൻ എന്ന് പറയുന്നത്. പിമ്പിൾസ് ഒന്നും അങ്ങനെ ഭയങ്കരമായിട്ട് ഉണ്ടാവില്ല, പൂസ് ഒക്കെ ഭയങ്കര നോർമൽ ആയിരിക്കും, സ്മൂത്ത് ടെക്സ്ചർ ആയിരിക്കും, അത്യാവശ്യം നല്ലൊരു സ്കിൻ ടൈപ്പ് ആയിരിക്കും. അതാണ് നോർമൽ സ്കിൻ. എന്നിട്ടും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്, നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണ് അല്ലേ? യെസ്. അപ്പൊ ഞാൻ 2 മെത്തേഡാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഒന്ന് വെയിറ്റ് ആൻഡ് വാച്ച് മെത്തേഡും ദെൻ ബ്ലോട്ടിംഗ് ഷീറ്റ് മെത്തേഡ്. ഫസ്റ്റ് വൺ വെയിറ്റ് ആൻഡ് വാച്ച് മെത്തേഡാണ്. അപ്പോൾ വെയിറ്റ് ആൻഡ് വാച്ച് മെത്തേഡിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഫേസ് വാഷ് ചെയ്ത് ജെന്റിൽ ക്ലൻസർ എടുത്തിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കുക. അപ്പോൾ നമ്മുടെ സ്കിന്ന് ഓയിലി ആയിട്ടാണ്, ഷൈനിങ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഓയിലി സ്കിന്നായിരിക്കും. ഭയങ്കര ഫ്ലാറ്റ് ആയിട്ട് സ്കെയിൽ ചെയ്ത് ഡ്രൈ ആയിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഡ്രൈ സ്കിന്നായിരിക്കും. ഈ ഒരു പോർഷൻ മാത്രമാണ് നമുക്ക് എന്ത് തോന്നണത്, ഷൈനസ് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കോമ്പിനേഷൻ സ്കിന്നായിരിക്കും. അതെല്ലാം വേറൊരു പ്രശ്നമൊന്നുമില്ല, സാധാരണ നോർമൽ പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഒരുപാട് ഓയിലും ഇല്ല, ഒരുപാട് ഡ്രൈയും അല്ല, സ്മൂത്ത് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അത് നോർമൽ സ്കിന്നായിരിക്കും. ഹൈഡ്രേറ്റഡ് ആയിട്ടൊക്കെയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നോർമൽ സ്കിന്നായിരിക്കും. അടുത്തത് ബ്ലോട്ടിംഗ് ഷീറ്റ് മെത്തേഡാണ്. ബ്ലോട്ടിംഗ് ഷീറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി വാഷ് ചെയ്യുന്ന പോലെ തന്നെ ജെന്റിൽ ക്ലൻസർ എടുത്തിട്ട് വാഷ് ചെയ്യുക, ഒരു 3/4 മണിക്കൂറോളം വെയിറ്റ് ചെയ്യുക. ദെൻ ബ്ലോട്ടിംഗ് പേപ്പർ എടുക്കുക, ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നന്നായിട്ട് മുഖത്ത് പ്രസ് ചെയ്യുക. അപ്പോൾ നോക്കുമ്പോൾ നന്നായിട്ട് ഓയിലി കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഓയിലി സ്കിന്നാണ്. ഈ ഒരു പോർഷൻ മാത്രമാണ് കാണുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് മാത്രമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കോമ്പിനേഷൻ സ്കിന്നാണ്.
പിന്നെ അത് മാത്രമല്ല തീരെ ഓയിൽ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡ്രൈ സ്കിന്നാണ്. പിന്നെ നോർമലി വെരി ലിറ്റിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് നോർമൽ പോലെയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നോർമൽ സ്കിന്നാണ്. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ 2 മെത്തേഡിൽ കൂടെയും നമ്മുടെ സ്കിൻ ടൈപ്പ് ഐഡന്റിഫൈ ചെയ്യുന്നത്. സോ വീഡിയോ കണ്ടവർക്ക് സ്കിൻ ടൈപ്പ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സജഷൻസോ ഡൗട്ടോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അത് ക്ലിയർ ഔട്ട് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ഈ വീഡിയോ കണ്ടാൽ മാത്രമേ, അതായത് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയുന്ന സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ പ്രോഡക്ട്സ്, അതായത് ഡ്രൈ സ്കിൻ, നോർമൽ സ്കിൻ, സെൻസിറ്റീവ് സ്കിൻ, അങ്ങനെ അവർക്ക് ഉപയോഗിക്കേണ്ട രീതിയിലുള്ള സ്കിൻ കെയറുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ വലിയ വീഡിയോസിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ വീഡിയോസ് കാണുക. അറ്റ് ദ സെയിം ടൈം സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ടാപ്പ് ചെയ്യാൻ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. സോ ഇനി മുതൽ ദയവ് ചെയ്ത് നിങ്ങൾ ആരും ഞാൻ മേക്കപ്പ് ചെയ്യാറില്ല എന്ന് പറയരുത്. സോ സ്കിൻ കെയർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആരാണെന്നുണ്ടെങ്കിലും സ്കിൻ കെയർ മസ്റ്റാണ്. എന്താ പറയുക, നിങ്ങൾ നോർമലി നിങ്ങളുടെ ഒരു ഡെയിലി റൂട്ടീൻ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്കിൻ കെയറും ചെയ്യുക, സ്കിന്നിന് ഹെൽത്തി ആയിട്ടിരിക്കുക. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്. എന്നെ ഇത്രയും നേരം കേട്ടിരുന്നത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരും. ഓക്കെ, ബൈ.